ദർസിൽ പഠിച്ചു 13 വർഷം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്. അതിൽ 4 വർഷം പഠിച്ചത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ അടുത്താണ്. 1 വർഷം മുമ്പ് കോളേജിൽ പോകണം, മർക്കസിൽ പോകണം ഇതിന് ആഗ്രഹവുമായി ചെന്നു പേരോടിന്റെ അടുക്കൽ. ഞാൻ അബ്ദുൽ മന്നാൻ ശിഹാബൊക്കെ കൂടി ചെന്നു. പക്ഷെ പേരോട് എന്നെ വിട്ടില്ല. 1 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ഉപദേശിച്ച് 1 കൊല്ലം കൂടെ അവിടെ പഠിച്ചു. അങ്ങനെ 4 കൊല്ലം അവിടെ പഠിച്ചു. 2 കൊല്ലം പഠിച്ചു. പണ്ഡിതന്മാർ, ഏതെങ്കിലും സഹോദരന്മാർ, ഇപ്പോ സജാദ് സഖാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേരോടിന്റെ ദർസിൽ പഠിക്കുമ്പോൾ ഞാൻ അവിടുത്തെ ലീഡറായിരുന്നു. ലീഡർ എന്ന് പറഞ്ഞാൽ ആ കോളേജിലെ ലീഡർ. അപ്പോ എന്നെ അറിയാത്തവര് പേരോടിന്റെ കോളേജിൽ പഠിക്കുന്നവരുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ മക്കളെക്കാളും സർവ്വ മനുഷ്യരെക്കാളും ഗുരുനാഥന്മാരെക്കാളും തനിക്ക് ഭക്ഷണം തന്നവരെക്കാളും സർവരെക്കാളും അള്ളാന്റെ റസൂല് പ്രിയപ്പെട്ടതാകുന്നത് വരെ ഒരു മനുഷ്യന് മുഅ്മിനാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങൾ അള്ളാഹുവിനോട് കഠിനമായ സ്നേഹമുള്ളവരാണ്. അള്ളാഹുവിന്റെ അത്ര അവർ ഒന്നിനും സ്നേഹിക്കുന്നില്ല. അള്ളാഹുവിന്റെ അപ്പുറം അള്ളാഹുവിനെ മാറ്റി നിർത്തിയിട്ട് ഒന്നിനെ അവർ പരിഗണിക്കൂല. അങ്ങനെയാണ് മുഅ്മിനീങ്ങളുടെ ലക്ഷണം പഠിപ്പിച്ചത്. ഇത് ആർക്കായി സ്നേഹമുള്ളത്? ആർക്കായി സ്നേഹമുള്ളത്? എന്ത് അനാവശ്യങ്ങളും ദീനിൽ കടത്തിക്കൂട്ടി ഒരു ഇബാദത്തും ഒരു കർമ്മവും അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ആകരുത് എന്നൊരു ശാഠ്യം ഉള്ള മനുഷ്യന് അള്ളാന്റെ റസൂലിനോട് സ്നേഹമുണ്ടോ? ഏത് ഇബാദത്ത് എടുത്ത് നോക്കിയോ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടേ പഠിപ്പിക്കുള്ളൂ. സലാത്തിന് വേണ്ടി വല്ലാതെ മുറവിളി കൂട്ടുകയും സലഫികൾ സലാത്ത് ചെല്ലാത്തവരാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ദിക്ർ ചെല്ലാത്തവരാണ്, ഞങ്ങളാണ് സലാത്ത് ചെല്ലുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സലാത്തിന്റെ സ്നേഹികൾ ജീവിതത്തിൽ ഇന്ന് വരെ ഒരൊറ്റ സലാത്ത് ഞാൻ ചൊല്ലി എന്ന് 100% ഉറപ്പിച്ചവർക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും? ആയിരക്കണക്കിന് സലാത്ത് ചൊല്ലിയിട്ടുണ്ടാവും, 10,000-കണക്കിന് സലാത്ത് ചൊല്ലിയിട്ടുണ്ടാവും. ഞാനൊരു സലാത്തിന്റെ പദം ഉണ്ടാക്കി, എന്നിട്ട് ഞാൻ അതങ്ങോട്ട് ചൊല്ലി. എന്റെ ധാരണ എന്താ? ഞാനൊരു സലാത്ത് ചൊല്ലി എന്നാണ്. ഒരുപക്ഷെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അത് സ്വീകരിച്ചേക്കാം ഒരു പ്രാർത്ഥന എന്ന രൂപത്തിൽ. ഇവിടെ അള്ളാന്റെ റസൂല് സലാത്തിന്റെ പദങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? അള്ളാന്റെ റസൂല് സലാത്തിന്റെ പദങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സലാത്തിന്റെ പദങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വ അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വ അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സ്വലാത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ സ്വലാത്ത് ഒരു മാറ്റവുമില്ലാതെ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവന് പറയാം, നിസ്സംശയം ഞാനൊരു സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു. അള്ളാന്റെ റസൂല് സ്വലാത്ത് ചൊല്ലുന്നതിന് വാഗ്ദാനം ചെയ്തിട്ടുള്ള 10 നന്മകൾ അതെനിക്ക് ഉറപ്പായിട്ടും ലഭിക്കും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഈ സ്വലാത്ത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാ. വഹിയിന്റെ പിൻബലം ഈ സ്വലാത്തിനുണ്ട്. അള്ളാഹു പഠിപ്പിക്കാത്തത്, അള്ളാഹു വഹിയായിട്ട് അറിയിക്കാത്തത് അള്ളാന്റെ റസൂല് പറയൂല. ആ വഹിയിന്റെ അടിസ്ഥാനത്തിൽ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച സ്വലാത്താണ് ഇത്. നമ്മളൊരു മനുഷ്യൻ ചൊല്ലിയാൽ അവന് പറയാം, തീർച്ചയായിട്ടും ഞാനൊരു സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു, അതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടും. നേരെ മറിച്ച് ഞാൻ ഉണ്ടാക്കിയ ഒരു സലാത്ത് ഞാൻ ചൊല്ലിയാൽ, ഒരു സലാത്ത് ചൊല്ലി എന്നൊക്കെ എനിക്ക് പറയാം, പക്ഷെ 100% ഉറപ്പിച്ചുകൊണ്ട് അതിന്റെ പ്രതിഫലം എനിക്ക് നാളെ പാരത്രിക ലോകത്ത് ലഭിക്കുമെന്ന് പറയാൻ നമുക്ക് കഴിയൂല. അല്ലാഹു തആല ആ രൂപത്തിൽ ആ മറ്റുള്ള സലാത്തുകളൊക്കെ സംവിധാനിച്ചിട്ടുള്ളത്. പുതുതായിട്ട് ഉണ്ടാക്കിയ സലാത്തുകളൊക്കെ വേറെ എന്തെങ്കിലും ദുനിയവിയായ മുറാദുകൾ ഹാസിലാവാനായിരിക്കും. പുതുതായിട്ടുണ്ടാക്കിയ സലാത്തുകളൊക്കെ എന്തെങ്കിലും രോഗം മാറാനോ ദുനിയവിയായ താല്പര്യങ്ങൾക്കോ വേണ്ടിയിട്ട് പ്രത്യേകം പേര് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും. കാരണം ഈ സലാത്ത് ആഖിറത്തിലേക്ക് ഉപകരിക്കില്ല എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ് സമൂഹത്തിലൂടെ. അതുണ്ടാക്കിയവരെ കൊണ്ട് തന്നെ എഴുതിക്കുന്നു, അത് പ്രചരിപ്പിക്കുന്നവരെ കൊണ്ട് തന്നെ നാരിയത്ത് സലാത്തായാലും താജ് സലാത്തായാലും ആ സലാത്ത് ചെല്ലുന്നവരൊക്കെയും ചെല്ലുന്നത് ദുനിയവിയായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിന്റെ പോരിശകളൊക്കെ ആ രൂപത്തിലാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഇബ്രാഹിമിയ സലാത്തിന് അങ്ങനെ ഒരു പോരിശ ഈ പണ്ഡിതന്മാര് പറയാറുമില്ല. അങ്ങനെ പറയാത്തത് കൊണ്ട് ആരും ചൊല്ലാറുമില്ല. ഈ സലാത്ത് ആഖിറത്തിൽ ഉപകരിക്കുന്ന സലാത്ത. ഈ സലാത്ത് തന്നെ ചെല്ലുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് എത്ര വഞ്ചനയാണ് സമൂഹത്തോട് ചെയ്തിരിക്കുന്നത്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ആ രൂപത്തിൽ അങ്ങോട്ട് ചെല്ലിയെന്നാ കുഴപ്പം? അതിന്റെ പിന്നിൽ ഒരു സയ്യിദിന, അള്ളാന്റെ റസൂല് സയ്യിദാണ്, കുഴപ്പമില്ല, ആർക്കും തർക്കമില്ലാത്ത വിഷയമാണ്. അന സയ്യിദ് ഉൽദി ആദം, മനുഷ്യരുടെ മുഴുവൻ നേതാവാണ് അള്ളാന്റെ റസൂൽ. ഇത് അറിയുന്ന റസൂല് സലാത്ത് പഠിപ്പിച്ചപ്പോ ആ പദം അള്ളാന്റെ റസൂല് ചേർത്തില്ല. ഒന്നുകിൽ അള്ളാന്റെ റസൂലിന് ഈ പദങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ വിവരമില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇത് അള്ളാന്റെ റസൂൽ ഉണ്ടാക്കിയ സലാത്തല്ല, ഇത് അള്ളാഹു വഹിയായിട്ട് കൊടുത്ത സലാത്ത.
ഇത് ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾ ആഖിറം സമ്പാദിക്കാൻ, ആഖിറത്തിൽ ഉപകരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇത് എങ്ങനെ ചെല്ലണം, ഏത് രൂപത്തിൽ ചെല്ലണം എന്ന് അള്ളാഹുവിനറിയാം. ആ അള്ളാഹു വഹീയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ പഠിപ്പിച്ച സലാത്ത ഇത് നമ്മൾ ചെല്ലണം. അതിന്റെ മുമ്പിൽ ഒരു സയ്യിദിനെ ചേർക്കുകയാണ്. സയ്യിദിന എന്താ സയ്യിദിനെ ചേർത്താ കുഴപ്പമുണ്ട്? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ഒരു സലാത്ത് പോലും ചൊല്ലാതെയാണ് 10,000 സലാത്തുകൾ ഞാൻ ചൊല്ലി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വെളുത്ത തസ്ബീഹ് മാലകൾ കറുത്തിരുളുന്നത് വരെ തസ്ബീഹുകളും സലാത്തുകളും മറിച്ച് ചൊല്ലി ഇവിടെ നിന്ന് മരിച്ചു പോകുന്ന ആളുകളുടെ വിധി എന്താ? ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരൊറ്റ സലാത്ത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എത്ര ഗൗരവമുള്ള വിഷയമാണ്, നിസ്സാര വിഷയമാണോ? അവർക്ക് ആഖിറത്തിന് വേണ്ടി ഒരു സലാത്ത് ചെല്ലാൻ അവർക്ക് കഴിഞ്ഞോ? നമ്മുടെ ഈ സലാത്ത് ഉണ്ടാക്കി കൊടുക്കലിലൂടെ പുതിയ പുതിയ സലാത്തുകൾ നിർമ്മിച്ച് ഉള്ള സലാത്തിൽ തന്നെ എന്തെങ്കിലും പദങ്ങളൊക്കെ കൂട്ടിച്ചേർത്തതിലൂടെ എന്താ ഉണ്ടായത്? സമൂഹത്തെ മുഴുവൻ നമ്മൾ വഞ്ചിച്ചു. ഈ വഞ്ചന ചെയ്തുകൊണ്ട് ഖുത്ബിയത്ത് കഴിച്ചുകൊണ്ട് നടക്കാൻ പറ്റൂല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീരെ ഒരു പള്ളിയിലും എന്റെ നേതൃത്വത്തിൽ ഞാൻ ഖുത്ബിയത്ത് കഴിച്ചിട്ടില്ല. അൽഹംദുലില്ലാ, അതൊരു അനുഗ്രഹമാണ്. അന്നേരം ആരെങ്കിലും ഖുത്ബിയത്തിനൊക്കെ വന്നിരുന്നെങ്കിൽ കഴിക്കൂലാർന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒന്നാമത് എനിക്കത് മനസ്സിന് ഇണങ്ങാത്തൊരു കാര്യമാണ്. അല്ലഷ്തഷ്കൂഷ് എന്നൊക്കെയുള്ള ആ പദമൊന്നും എനിക്ക് ആ ഒരു ഇബാദത്ത്, അങ്ങനെ ഒരു ഇബാദത്ത്, അർത്ഥമറിയാത്ത ഒരു ഇബാദത്ത്, നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് പോലും അറിയൂല. എന്തല്ലോ എഴുതി വച്ചിരിക്കുന്നത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് സഹിച്ച് വായിച്ച് ഇയാൾ എന്തോ ഒരു കാര്യം ചെയ്തിരിക്കുന്നു. ഈ വീട്ടുകാരന്റെ എന്തെല്ലോ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും ഈ വീട്ടുകാരൻ അനുഭവിക്കുന്ന ദുരിതം മാറാനും. ശരിയാ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിലേ വീട്ടുകാരനും തോന്നുള്ളൂ ഇതൊക്കെ പറഞ്ഞാൽ എന്റെ ദുരിതം മാറാതിരിക്കൂല. സാധാരണ പദമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദുരിതം മാറാൻ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല. നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, എത്ര പറഞ്ഞാലും വീണ്ടും തെറ്റിപ്പോകുന്ന ഈ പദങ്ങളൊക്കെ പറയുമ്പോൾ കേട്ടിരിക്കുന്ന ആർക്കും തോന്നും എന്റെ ദുരിതമൊക്കെ ഇതോടുകൂടി മാറും, എന്റെ ആഗ്രഹമൊക്കെ ഇതോടുകൂടി സഫലമാകുന്നൊരു തോന്നലുണ്ടാവും. അങ്ങനെ തോന്നിപ്പിക്കാനൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ആരാണ് ആ മുമ്പിൽ പറയുന്ന കുറെ ഗുണ പേരുകളൊക്കെ?